പച്ചത്തത്തകളുടെ നിറം യഥാർത്ഥത്തിൽ പച്ച തന്നെയാണോ? അല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമോ? നമുക്ക് നോക്കാം. പല ജീവികൾക്കും നിറങ്ങളുണ്ട് അല്ലേ? ചിത്രശലഭങ്ങൾ, ചില പാമ്പുകൾ, തവളകൾ, മത്സ്യങ്ങൾ, ചില കടൽ കൊഞ്ചുകൾ വർണ്ണവിന്യാസങ്ങളാൽ പ്രശോഭിതങ്ങളാണ്. എന്നാൽ കണ്ണഞ്ചിക്കുന്ന നിറങ്ങളുമായി കാഴ്ച പിടിച്ചെടുക്കുന്നത് തത്തകൾ തന്നെ. ഇണയെ ആകർഷിക്കുവാനോ പരിസ്ഥിതിക്ക് അനുയോജ്യമാകുവാനോ സംവേദ സൂചനകൾ നൽകുവാനോ ഒക്കെ ഈ നിറങ്ങൾ സഹായിക്കുന്നു. പക്ഷികൾ പൊതുവെ തിരിച്ചറിയപ്പെടാതിരിക്കുവാനോ സമൂഹ സംവേദനത്തിനോ ആണ് നിറങ്ങൾ അണിയാറുള്ളത്. തത്തകളാണ് ഏറ്റവും വർണ്ണാങ്കിതമാകാറുള്ളത്. മഞ്ഞയും ഓറഞ്ചും ചുവപ്പും പച്ചയും നീലയുമൊക്കെ സ്വന്തം ദേഹത്ത് വാരി വിതറുകയാണ് അവർ. തൂവലുകളിൽ പേറുന്ന വർണ്ണവസ്തുക്കളാണ് ഇതിനാധാരം. ഈ നിറങ്ങൾ നിർമ്മിച്ചെടുക്കുന്ന വർണ്ണവസ്തുക്കളെക്കുറിച്ചും ഈ നിർമ്മാണത്തിന്റെ പ്രയോഗവിധികളെക്കുറിച്ചും അധികം അറിവുകൾ നമുക്കില്ലായിരുന്നു. ഇപ്പോൾ ഈ ചായക്കൂട്ടങ്ങളുടെ രഹസ്യങ്ങളും അവയുടെ തന്മാത്രാശാസ്ത്രവും കൂടുതൽ വിവിധമായിക്കൊണ്ടിരിക്കുകയാണ്. തത്തകളിൽ എല്ലാ നിറങ്ങളും തൂവലുകളിലുള്ള സിറ്റാക്കോഫൽവിൻ എന്ന രാസവസ്തു ചില മായവിദ്യകളാൽ നിർമ്മിച്ചെടുക്കുന്നവയാണ്. ഈ ഒരു രാസവസ്തു മാത്രമാണ് പല നിറങ്ങൾ നിർമ്മിച്ചെടുക്കുന്നതിൻ്റെയും പിന്നിലെന്നത് കൗതുകകരം തന്നെ. മറ്റു പക്ഷികൾ അവയുടെ ആഹാരത്തിൽ നിന്ന് ലഭിക്കുന്ന വസ്തുക്കൾ കൊണ്ട് നിറങ്ങൾ നിർമ്മിച്ചെടുക്കുമ്പോൾ തത്തകൾ മാത്രമാണ് ഇങ്ങനെ ഒരേ ഒരു തന്മാത്ര കൊണ്ട് നിറസങ്കലനമായ വിദ്യ സാധിച്ചെടുക്കുന്നത്. ചുവന്ന നിറമുള്ള പക്ഷികൾ അവരുടെ ആഹാരത്തിൽ കരോട്ടിൻ എന്ന വർണ്ണവസ്തു ഉണ്ടെന്ന് നിജപ്പെടുത്തുന്നവരാണ്. ഫ്ലെമിംഗോകൾക്ക് പിങ്ക് നിറം ലഭിക്കുന്നത് ആ നിറമുള്ള കൊഞ്ചുകളെ തിന്നിട്ടാണ്. എന്നാൽ തത്തകൾ സ്വതവേ ശരീരത്തിലുള്ള സിറ്റാക്കോഫൽവിൻ കൊണ്ട് ആവശ്യാനുസരണം നിറങ്ങൾ സൃഷ്ടിക്കുന്നു. എന്നാൽ ചുവപ്പും മഞ്ഞയും അവയുടെ പല ഷെയ്ഡുകളും കണ്ണഞ്ചിപ്പിക്കുന്ന ഓറഞ്ച് നിറവും ഈ സിറ്റാക്കോഫൽവിൻ തന്നെ ഉളവാക്കുന്നതിന്റെ രഹസ്യങ്ങൾ ഈയിടെ വരെ അറിഞ്ഞിരുന്നില്ല. നീല നിറം പക്ഷികൾ നിർമ്മിച്ചെടുക്കുന്നില്ല എന്നത് അതികൗതുകകരമാണ്. തൂവലുകൾക്കിടയിൽ സമർത്ഥമായി നിർമ്മിച്ചെടുക്കുന്ന വളരെ സൂക്ഷ്മമായ പ്രോട്ടീൻ കൂടുകൾക്കിടയിൽ വായു നിറഞ്ഞ ചെറിയ പോക്കറ്റുകളുണ്ട്. നാനോ കണങ്ങളാണിവ. അവയിൽ സൂര്യപ്രകാശം പതിക്കുമ്പോൾ 7 നിറങ്ങൾ മിക്കതും ആഗിരണം ചെയ്ത് നീലവർണ്ണം മാത്രം പുറത്തേക്ക് പ്രതിഫലിപ്പിക്കുകയാണ്. ആ ഭാഗം നീലയാണെന്ന് നമുക്ക് തോന്നുകയാണ് ചെയ്യുക. ഒപ്റ്റിക്കൽ ഇല്യൂഷൻ തന്നെ. വാസ്തവത്തിൽ ആ ഭാഗം വെറും ചാരനിറത്തിലാണുള്ളത്. മഞ്ഞയും നീലയും കലർന്ന പച്ച നിറമുളവാകുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മഞ്ഞ നിറമുളവാക്കുന്ന സിറ്റാക്കോഫൽവിൻ നീല നിറം തോന്നിപ്പിക്കുന്ന തൂവലുകളിൽ ധാരാളം സൃഷ്ടിക്കപ്പെടുമ്പോൾ പച്ച നിറമായിട്ട് നമുക്ക് തോന്നുന്നു. എന്നുവച്ചാൽ പച്ചത്തത്തകൾക്ക് ശരിക്കും പച്ച നിറമില്ല, വെറും മായാദർശനം മാത്രം. ഒരേ ഒരു രാസവസ്തു എങ്ങനെയാണ് പല നിറങ്ങൾ സൃഷ്ടിക്കുന്നത്? എന്തു മായാജാലമാണ് ഈ തത്തകളുടെ കൈവശമുള്ളത്? അന്വേഷണം തുടർന്നു. ഈയിടെ ഇണക്കപ്പെട്ട തത്തകളെയും കാടുകളിലെ തത്തകളെയും സൂക്ഷ്മമായി പരിശോധനയ്ക്ക് വിധേയമാക്കുകയും അവയുടെ തൂവൽ കോശങ്ങളെ പഠനങ്ങൾക്ക് വിധേയമാക്കുകയും ചെയ്തു. രഹസ്യങ്ങളുടെ മൂടി തുറക്കുവാൻ വേണ്ടിയായിരുന്നു ഇത്. ആയിരക്കണക്കിന് തൂവലുകളാണ് ചെക്കോസ്ലോവാക്യയിലെ ചാൾസ് യൂണിവേഴ്സിറ്റിയിലെയും ഹോങ്കോങ്, പോർച്ചുഗൽ എന്നിവിടങ്ങളിലെയും ശാസ്ത്രജ്ഞർ പരിശോധിച്ചത്. പല ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് ഇത് സാധിച്ചെടുത്തത്. ഇതിൽ സ്പെക്ട്രോമെട്രിയും സ്പെക്ട്രോസ്കോപ്പിയും ജനറ്റിക് പരിശോധനകളും മ്യൂട്ടേഷൻ വിശകലനങ്ങളും ഒക്കെ ഉൾപ്പെട്ടിരുന്നു. സിറ്റാക്കോഫൽവിൻ എന്ന രാസവസ്തു തന്മാത്രയുടെ ഒരു അഗ്രത്തുള്ള കെമിക്കൽ ഗ്രൂപ്പ് മാറിപ്പോയാൽ മഞ്ഞ നിറം ഉളവാക്കുന്നതിന് പകരം ചുവപ്പ് നിറം ഉളവാക്കും. കാർബോക്സിൽ എന്ന ഗ്രൂപ്പ് ആൽഡിഹൈഡായി മാറുന്നതായി ഉദാഹരണം. കാർബോക്സിൽ എന്ന ഗ്രൂപ്പ് ആൽഡിഹൈഡായി മാറുന്നതാണ് ഉദാഹരണം. ചുവപ്പ് തൂവലിലെ സിറ്റാക്കോഫൽവിനിൽ ആൽഡിഹൈഡ് ധാരാളമായിട്ടുണ്ട്. ഈ പഠനം മഞ്ഞ കൂടുതലായിട്ടും ചുവപ്പ് കൂടുതലായിട്ടുമുള്ള 2 തരം തത്തകളിലേക്ക് വ്യാപിപ്പിച്ചു. അവയുടെ DNA പഠനങ്ങൾ വിശദമായി നടത്തപ്പെട്ടു. അപ്പോൾ തെളിഞ്ഞത് മുകളിൽ പറഞ്ഞ രാസമാറ്റം സംഭവിപ്പിക്കുന്ന രാസാഗ്നിയുടെ ജീനിൽ വരുന്ന മാറ്റങ്ങളാണ്. ALDH3A2 എന്ന എൻസൈമാണിത്. ഈ ജീൻ നിർമ്മിക്കുന്ന എൻസൈമാണ് തീരുമാനിക്കുന്നത് സിറ്റാക്കോഫൽവിൻ തന്മാത്രകൾ മഞ്ഞ നിറമുണ്ടാക്കുന്നവയാണോ ചുവപ്പ് നിറമുണ്ടാക്കുന്നവയാണോ എന്ന്. ഈ തത്തകളുടെ തൂവലുകൾ മാറ്റിയാൽ രണ്ടാമത് അവ മുളച്ചു വരും. അങ്ങനെ പുതിയ തൂവലുകൾ ഉണ്ടായി വരുമ്പോൾ നിറങ്ങൾ നിർമ്മിക്കുന്ന കോശങ്ങളിൽ ALDH3A2 ജീൻ പ്രവർത്തനത്തിന്റെ അളവ് ക്രമാതീതമായി കൂടുന്നതായി പിന്നീട് തെളിഞ്ഞു.
ഈ എൻസൈം നിറങ്ങൾ തീരുമാനിക്കുന്നു എന്ന് സാരം. മേൽപ്പറഞ്ഞ ALDH3A2 എൻസൈം നിർമ്മിക്കുന്ന ജീനുകൾ മ്യൂട്ടേഷൻ സംഭവിക്കുകയാണെങ്കിൽ ഈ എൻസൈമിന്റെ പ്രവർത്തനവും മാറ്റപ്പെടും. മഞ്ഞയോ ചുവപ്പോ എന്ന തീരുമാനങ്ങളും മാറപ്പെടും. ഈ ജീൻ പ്രവർത്തനം ഏറ്റവും കൂടുതലാണെങ്കിൽ മഞ്ഞ നിറം ഉളവാക്കും, ഏറ്റവും കുറവാണെങ്കിൽ ചുവപ്പ് നിറം എന്നതാണ് രീതി. ഇതിനിടയ്ക്കാണെങ്കിൽ മഞ്ഞയും ചുവപ്പിനിടയ്ക്കുള്ള ഷെയ്ഡുകളായിരിക്കും തത്തയ്ക്ക് കിട്ടുന്നത്. പലപ്പോഴും മിന്നിത്തിളങ്ങുന്ന ഓറഞ്ച് നിറം ഉളവാക്കുന്നത് 2 തരം കെമിക്കൽ ഗ്രൂപ്പുകളുള്ള സിറ്റാകോഫൽവിനുകളും ഒരുമിച്ച് നിർമ്മിച്ച് ഇടകലർത്തുമ്പോഴാണ്. മഞ്ഞ നിറമുളവാക്കുന്ന സിറ്റാകോഫൽവിൻ നീലത്തൂവലകളോട് ചേരുമ്പോൾ പച്ച നിറം നമ്മൾ കാണുന്നു. ഇങ്ങനെ ഒരേ രാസവസ്തു കൊണ്ട് നിറങ്ങൾ തന്നെ നൃത്തം ചെയ്യുന്ന തത്തകൾ സാമർഥ്യക്കാർ തന്നെ. പരിണാമത്തിലെ നിർണായകമായ ചില ഏടുകളിലെ രഹസ്യങ്ങളാണ് ഇങ്ങനെ വെളിവായിക്കൊണ്ടിരിക്കുന്നത്. തൂവലുകൾ മുളയ്ക്കുമ്പോൾ ഏത് കോശങ്ങളാണ് മഞ്ഞ നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ ചുവപ്പ് നിർമ്മിക്കുന്നത്, ഇതിന്റെ നിയന്ത്രണം എങ്ങനെയെന്നതൊക്കെ ഇനിയും അറിയാനുണ്ട്. പഞ്ചവർണ്ണ തത്തകളാണ് ഈ മോളിക്യുലാർ എവല്യൂഷൻ പഠനങ്ങൾ മുന്നോട്ട് നയിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ.